ഒളിച്ചിരിക്കുന്ന പല അമ്പുകളുണ്ട്, പിശാചിൻ്റെ ചില തന്ത്രങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. ഒരു ദൈവ പൈതലിന് മുൻപിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുന്ന ഈ ഒളിയമ്പുകളെ തിരിച്ചറിയാൻ കഴിയുന്നു എന്നത് ഒരുവൻ്റെ വലിയൊരു അഭിഷേകം തന്നെയാണ്. സങ്കീർത്തനം 31 4 എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ നമ്മളെ തകർക്കാനായി സാത്താൻ വഴികൾ ഒരുക്കുമെന്നത് നമ്മൾ ഉറപ്പായി വിശ്വസിക്കണം. സാത്താൻ അത് ചെയ്തിരിക്കും. കാരണം നിൻ്റെ ഉയർച്ച സ്വർഗം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, നിൻ്റെ നന്മ സ്വർഗം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ നീ നശിച്ചു കാണണമെന്ന് സാത്താന് വല്ലാത്ത ആഗ്രഹമുണ്ട്. അതിനായി എല്ലാ വഴികളും എല്ലാ സാധ്യതകളും ഒരുപക്ഷെ നീ വിശ്വസിക്കാത്ത വ്യക്തികളിലൂടെ പോലും നിന്നിലേക്ക് എത്തിച്ചേരാനുള്ള വഴി സാത്താൻ നോക്കും. അപ്പോൾ നമ്മളാണ് തിരിച്ചറിയേണ്ടത്, ഒളിഞ്ഞിരിക്കുന്ന ഈ തിന്മയുടെ സ്വാധീനങ്ങളെ തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്കുണ്ടായിരിക്കണം, ഒരു അഭിഷേകം നമുക്കുണ്ടായിരിക്കണം. കർത്താവേ, എനിക്കായി ഒളിച്ചിരിക്കുന്ന വലയിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ്. സങ്കീർത്തകനെ പ്രാർത്ഥിക്കാനുണ്ട്, സങ്കീർത്തനം ഉറപ്പാണ്. ഇങ്ങനൊരു കാര്യമുണ്ട്, എൻ്റെ ആത്മീയ ജീവിതത്തിനിടയിൽ എനിക്ക് മുൻപിൽ ബ്ലോക്കുകൾ സൃഷ്ടിക്കുന്ന സാത്താൻ്റെ വഴികളെ തിരിച്ചറിയാനും ആ സാത്താൻ്റെ വഴികൾക്കെതിരെ ആ ബോധത്തോടെ അതിനെ ചെറുക്കാനും അതുമായി ജയിക്കാനും പറ്റണം. സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്കായി ഒളിച്ചിരിക്കുന്ന വലകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ, അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം, അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. ആവർത്തിച്ച് എന്ന് പ്രാർത്ഥിക്കണം. ഓരോ ദൈവവൈതലും കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്തിട്ട് അപ്പനമ്മമാരോട് ചേർന്ന് കുടുംബത്തോട് ചേർന്ന് ഈ വചനം ഇന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. സാത്താൻ എനിക്കെതിരെ ഒളിച്ചു വച്ചിരിക്കുന്ന എല്ലാ വലകളിൽ നിന്നും കർത്താവെ എന്നെ രക്ഷിക്കണമേ, അവിടുന്നാണ് എൻ്റെ അഭയസ്ഥാനം. ഒരു വലിയ അഭിഷേക വചനമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.